വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ സർക്കാർ ആശുപത്രിയിൽ കടുത്ത പ്രതിസന്ധി. ജില്ലയിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരടക്കം 126 ഡോക്ടർമാരുടെ കുറവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ അടക്കം ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരടക്കം 126 ഡോക്ടർമാരുടെ കുറവുള്ളത് ആരോഗ്യരംഗത്ത് കടുത്ത പ്രതിസന്ധിക്കാണിടയാക്കുന്നത്. പ്രസവരോഗ വിദഗ്ധയുടെയും എല്ലുരോഗ വിദഗ്ധന്റെയും ശിശുരോഗ വിദഗ്ധനടക്കമുള്ളവരുടെയും കുറവുകൾ ഇതിലുൾപ്പെടും. കിടത്തി ചികിത്സാ സൗകര്യമുള്ള 10ലധികം ആശുപത്രികളിലായി 7 സ്ത്രീരോഗ വിദഗ്ധർ മാത്രമാണ് ജില്ലയിലുള്ളത്. ഇതിൽ ഒരാളുടേത് താൽക്കാലിക നിയമനവുമാണ്. നിലവിലുള്ള 3 ഗൈനക്കോളജിസ്റ്റുകൾ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്നവർ കൂടിയാണ്. ഇതോടെ പ്രസവ ചികിത്സ ജില്ലയിൽ ബുദ്ധിമുട്ടാകും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗർഭിണികൾ ചികിത്സ തേടിയെത്തുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലുമാണ്. ഇവിടെയെല്ലാം സ്ത്രീരോഗ ചികിത്സാ വിഭാഗം പ്രയാസകരമായ അവസ്ഥയിലാണുള്ളത്. സ്വകാര്യ ആശുപത്രികളിൽ 1 ലക്ഷത്തിന് മുകളിലാണ് പ്രസവ ചികിത്സയ്ക്കായി ഈടാക്കുന്നത്. ഗൈനക്കോളജിസ്റ്റിനെ നിയമിച്ചില്ലെങ്കിൽ വലിയ ചികിത്സാ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാകുക. 1 മാസം മുൻപ് 4 ഓർത്തോ ഡോക്ടർമാരുടെ സേവനം കിട്ടിയിരുന്ന ജില്ലാ ആശുപത്രിയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് ഉള്ളത്. എൻഡോസൾഫാൻ രോഗികൾ ഉൾപ്പെടെ 10,000-കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ കടുത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും ഇത് പരിഹരിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അഷ്റഫ് എടനീർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യമേഖല വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചിട്ട് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് വലിയ രീതിയിൽ കാസർഗോഡ് ജില്ലയെ അലട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർമാർക്ക് പകരം ഡോക്ടർമാരെ നിയമിക്കാതെ, ജീവനക്കാർക്ക് പകരം ആളുകളെ നിയമിക്കാതെ വലിയ പ്രയാസമാണ് രോഗികൾ നേരിടുന്നത്. പ്രത്യേകിച്ചിട്ട് എൻഡോസൾഫാൻ രോഗികളടക്കം 10,000-കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ജില്ലയിലെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രമാത്രം വലിയ രീതിയിലുള്ള ദുരിതപൂർണമായ ഒരു സംഭവങ്ങളാണ് ജില്ലയിലെ ആരോഗ്യ മേഖല നേരിടുന്നത്. അതിന് തീർച്ചയായും പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. DMO രാംദാസ് കഴിഞ്ഞ മാസം സർവീസിൽ നിന്നും വിരമിച്ചതോടെ താൽക്കാലിക ചുമതല വഹിക്കുന്നത് കാഞ്ഞങ്ങാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ B സന്തോഷാണ്. DMO ചുമതല, ആശുപത്രി സൂപ്രണ്ട് ചുമതല എന്നിവയ്ക്ക് പുറമെ ഇദ്ദേഹത്തിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സൂപ്രണ്ടിന്റെയും ഡെപ്യൂട്ടി DMOയുടെയും ചുമതലകളുണ്ട്. ഇത്തരത്തിൽ 5 ചുമതലകൾ ഒരാൾക്ക് വഹിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ജില്ലയിലുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ ജില്ലയിലെ ആരോഗ്യമേഖല നേരിടുന്ന പ്രശ്നത്തിന് ഉടൻ തന്നെ പോംവഴി കണ്ടെത്തിയില്ലെങ്കിൽ ജനങ്ങൾ കടുത്ത ദുരിതമായിരിക്കും അനുഭവിക്കേണ്ടി വരിക. കെട്ടിടങ്ങളടക്കമുള്ള ഭൗതിക സാഹചര്യത്തിൽ ജില്ലയിലെ ആരോഗ്യമേഖല മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് പരിഹരിക്കുവാൻ സാധിക്കാത്തത് വലിയ കുറവ് തന്നെയായി മാറുകയാണ്. അതിനാൽ തന്നെ അധികൃതർ കൃത്യമായി ഇടപെട്ട് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യരംഗത്തിന്റെ പരാധീനതകൾ മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. ഡോക്ടർമാരുടെ കുറവിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ നേരിടുന്നത് കടുത്ത ദുരിതമാണ്. സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഉൾപ്പെടെ 126 ഡോക്ടർമാരുടെ കുറവാണ് കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ളവർ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രികൾ നേരിടുന്ന ഈ ദുരവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറാമാൻ ചേതൻ നായ്ക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.